തോൽപ്പിച്ചത് ലീഗോ എന്ന ചോദ്യത്തിന് തോൽപ്പിച്ചത് ലീഗല്ല, പാർട്ടി തോറ്റു, പാർട്ടി നന്നായി തന്നെ തോറ്റു എന്ന പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞ പശ്ചാത്തലമുണ്ട്. തോൽവി പരിശോധിക്കുമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പ്രസംഗം നടത്തുന്നത്. നിയമസഭയിലായാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി അതുകൂടി ഒരു പ്രധാന ഘടകമാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ലീഗിനെതിരെ പിണറായി വിജയൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? നന്നായി വിജയിച്ച, ചരിത്ര വിജയം നേടിയ ലീഗിനെയാണ് തോറ്റ പാർട്ടി അല്ലെങ്കിൽ തോറ്റ പാർട്ടിയുടെ നേതാവ് വിമർശിക്കുന്നത് എന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ വിജയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മുഖമാകെ മാറുന്നു. ആ മുഖത്തിന് SDP-യുടെ മുഖമായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലാണ് അതിനെ കാണുന്നത്? അതായത് വോട്ട് ചെയ്ത ആളുകളെയാണ് നിന്ദിക്കുന്നത്. ET മുഹമ്മദ് ബഷീർ നേടിയ ഭൂരിപക്ഷം എന്നത് 3,118,000 വോട്ടാണ്. അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് ഇത്തവണ അദ്ദേഹം നേടിയത്. അതായത് രാഹുലിൻ്റെ 2 തവണത്തെ ചരിത്ര നേട്ടത്തിന് തൊട്ട് താഴെയുള്ള ഭൂരിപക്ഷം. മലപ്പുറം മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് 6 ലക്ഷത്തിലേറെ വോട്ട് ഒരു സ്ഥാനാർത്ഥി നേടുന്നത്. പൊന്നാനിയിലും ഇത്തവണ ചരിത്ര വിജയമാണ് സമദാനിക്കുണ്ടായിട്ടുള്ളത്. 2,30,760 വോട്ടിൻ്റെ ഭൂരിപക്ഷം. യഥാർത്ഥത്തിൽ അവിടെ ലീഗ് കണക്ക് കൂട്ടിയതിലും വളരെയധികം കൂടുതൽ വോട്ട് സമദാനിക്ക് ലഭിച്ചിരിക്കുന്നു. അവരൊരു 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അവിടെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് ലീഗുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ലീഗിനെ കൂടെ കൂട്ടാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. EP-യുടേതടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ലീഗിന് വേണമെങ്കിൽ വരാമെന്നുള്ള പ്രതികരണമൊക്കെ കണ്ടു. പിന്നീട് പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് പ്രതിപക്ഷത്തു നിന്നും പ്രതിപക്ഷ നേതാവടക്കം ശക്തമായി പ്രതികരിക്കുമ്പോൾ അവിടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അർത്ഥഗർഭമായ മൗനം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ചില നേതാക്കളെങ്കിലും ലീഗിലുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ലീഗിൽ വലിയ ചർച്ചയാകുകയും ലീഗിൽ ഒരു വിഭാഗം അതിനെ എതിർക്കുകയും അതെല്ലാം മാറി മറിയുകയും പോകേണ്ടതില്ല അല്ലെങ്കിൽ UDF-ൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന നിലപാടിന് വലിയ രൂപത്തിൽ സ്വാധീനമുണ്ടാകുകയും അതായി ലീഗിൻ്റെ നിലപാടെന്നതിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് സമസ്തയിൽ കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങളാണ്. അങ്ങനെ ലീഗ് നടത്തുന്ന വലിയ സമരങ്ങൾ, ആ സമരങ്ങളുടെ ഭാഗമാകാതെ സമസ്ത മാറി നിൽക്കുക, ആ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നില്ല എന്ന് പറയാം. അതിനുശേഷം ചർച്ചകൾ നടത്തി കാര്യങ്ങൾ നേടിയെടുക്കുക, ഇതൊക്കെ സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ സമസ്തയെ കൂടെ നിർത്തുക എന്നുള്ള ശ്രമത്തിൽ ഒരു ഭാഗികമായ വിജയമുണ്ടായി. സമസ്തയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനും ഒരു വിഭാഗത്തെ കൂടെ നിർത്താനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ പൊന്നാനിയിൽ പല തവണയായി CPM നടത്തിയ പരീക്ഷണങ്ങൾ 4ാമത്തെ പരീക്ഷണമാണ് പരാജയപ്പെടുന്നത്. 3 തവണ സ്വതന്ത്രരെ നിർത്തിക്കൊണ്ടുള്ള പൊതു സ്വതന്ത്രരെ നിർത്തിക്കൊണ്ടുള്ള പരീക്ഷണം നടത്തി. ഇത്തവണ ലീഗിൽ നിന്ന് പുറത്തുപോയ നേതാവിനെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണം നടത്തി. അതും വെറും പരീക്ഷണമല്ല, പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കുകയാണുണ്ടായത്. പക്ഷേ അത് പരാജയപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലീഗുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ലീഗിൻ്റെ മുഖമാകെ മാറി വർഗീയ മുഖത്തിലേക്ക് ലീഗ് വന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ മുസ്ലിം പ്രീണനം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ആരാണ്? ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ഈ വർഗീയ പരാമർശങ്ങൾ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് 32% CPM-ന് ലഭിച്ചുകൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യം പരിഹരിക്കാനുള്ള ശ്രമമാണിപ്പോൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണോ വെള്ളാപ്പള്ളി പറയുന്നത് അതിനെ വേറൊരു തരത്തിൽ ശരിവെക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നത്. അപ്പോൾ BJP-യോട് അടുത്ത് അല്ലെങ്കിൽ BJP-ക്ക് വേണ്ടി വോട്ട് ചോദിച്ച BJP ക്യാമ്പിലേക്ക് പോയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു വിമർശനമില്ല. വെള്ളാപ്പള്ളി BJP ചേരിയിലേക്ക് പോയി എന്നുള്ള ഒരു ചെറിയ പരാമർശം എന്തായാലും പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിരൂക്ഷമായ വിമർശനങ്ങളൊക്കെ നടത്തുന്ന ഈ പാർട്ടിക്ക് ഇതുവരെ ഈ വർഗീയ പരാമർശങ്ങൾ തുടരുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഒരു ശക്തമായ പ്രതികരണം നടത്താൻ ഇതുവരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഈഴവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ പ്രതികരണത്തെ കാണേണ്ടത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുമോ? തിരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര കമ്മിറ്റി പോകുമെന്നുള്ള സൂചനകളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പരാജയം ഏത് രൂപത്തിൽ ചർച്ച ചെയ്യുന്നു, ആരുടെയൊക്കെ ഭാഗത്തുള്ള വീഴ്ചകൾ, ഇന്ന് പോലും നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് വിമർശനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പലയിടത്തുമായിട്ടുള്ള പ്രതികരണങ്ങൾ പാർട്ടിക്കകത്തെ കീഴ്ഘടകങ്ങളിലെ ചർച്ചകളുടെ വിവരങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും ഈ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്.
മുഖ്യമന്ത്രി മാത്രമല്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം എന്നുള്ള കാര്യം വ്യക്തമാണ്. സർക്കാർ എടുത്ത സമീപനങ്ങളുണ്ട്, പാർട്ടി എടുത്ത നയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പാർട്ടി മുന്നോട്ട് വെച്ചോ അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത്തവണയും BJPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരേണ്ടത്, കേന്ദ്രത്തിൽ വരേണ്ടത് എന്നൊരു നിലപാടിലേക്ക് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം എത്തുന്നു. അതല്ലാതെ പല പ്രധാനപ്പെട്ട ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. CA അടക്കം പല വിഷയങ്ങളും CPM ഏറ്റെടുത്ത് അവിടെ മലബാറിൽ ചില പരിപാടികൾ നടത്തിയെങ്കിലും അവരെയല്ല വിശ്വസിക്കേണ്ടത്. ഇത്തവണ UDFിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്നൊരു നിലപാടിലേക്ക് ന്യൂനപക്ഷം പോയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്ത മുഴുവൻ ന്യൂനപക്ഷത്തെയും വർഗീയ ലേബലിൽ ചാപ്പകുത്തുകയാണോ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്? ഇതാണോ തെറ്റുതിരുത്തൽ? ഇതാണോ ഒരു പുതിയ സമീപനത്തിലേക്ക് പോകൽ? മനസ്സിലാക്കാനാകുന്നില്ല. പിണറായി വിജയൻ ഇതുവരെയും ആ തരത്തിലുള്ള തിരുത്തൽ നടത്തിയിട്ടില്ല എന്നും അങ്ങനെയൊരു നിലപാടിലേക്ക് പോയിട്ടില്ല എന്നുമാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ലീഗിന് യഥാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ടു എന്നുള്ള വിമർശനം ശരിയല്ല. പക്ഷേ ഇതിൽ കുഞ്ഞാലിക്കുട്ടിക്കല്ല മറുപടി, പാണക്കാട് തങ്ങൾക്കാണ് എന്ന രൂപത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. കാരണം പാണക്കാട് സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയിൽ നൽകിയ അഭിമുഖത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ശക്തമായ പ്രതികരണത്തിലേക്ക്, CPM-നെതിരെ ശക്തമായ പ്രതികരണത്തിലേക്ക് ലീഗ് നേതൃത്വം വന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ലീഗിനെ ഭിന്നിപ്പിക്കാനുള്ള, ലീഗിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തി മാറ്റാനുള്ള, സമസ്തയെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായിട്ട് തന്നെ സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും തോറ്റ് ഒരിടത്ത് മാത്രം, ഒരു മണ്ഡലത്തിൽ മാത്രം വിജയിച്ചിരിക്കുന്ന പാർട്ടി, തോൽവി പരിശോധിക്കുമെന്ന് പറയുന്ന പാർട്ടി ഈ ഘട്ടത്തിൽ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ജനം എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ തോൽപ്പിച്ചത് ലീഗല്ല, പാർട്ടി എങ്ങനെ തോറ്റു എന്നുള്ള പാർട്ടി തന്നെ വിശദമായി പഠിച്ച് അങ്ങനെയൊരു തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അങ്ങനെ മാത്രമേ ആ തെറ്റുതിരുത്തൽ നടക്കുകയുള്ളൂ. Meet the editors.